Hello friends. In our C program, write a C program to find whether number is palindrome or not. And we will number palindrome video C program. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് എങ്ങനെ അതിന്റെ ലോജിക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്പർ റീഡ് ചെയ്യാം. റീഡ് നമ്പർ എന്ന് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 101 എന്ന് പറയുന്ന നമ്പർ ഇത് പാലിൻഡ്രോമാണ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ നമ്പർ നമ്മൾ റിവേഴ്സ് ചെയ്താലും ഇപ്പോൾ 101 കൊടുത്താലും സെയിം നമ്പറാണ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പർ തിരിച്ചിട്ട് റിവേഴ്സ് ചെയ്താലും അത് ഈക്വൽ ആണെങ്കിൽ അങ്ങനത്തെ നമ്പറിനാണ് നമ്മൾ എന്ത് പറയുന്നത് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യുക, വേറൊരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരു 121 ആണെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റിൽ ഇട്ടിട്ട് പിന്നെ സെക്കൻഡ് അങ്ങനത്തെ അത് നമ്മൾ നമ്പർ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ട് 10 കൊണ്ട് നമ്മൾ മോഡുലർ ഡിവിഷൻ ചെയ്താൽ ഇതിൻ്റെ റിമൈൻഡർ ആയിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമ്മൾ n കൊടുത്താൽ ഫസ്റ്റ് ടൈം നമുക്ക് 121 കൊടുക്കുന്നത് വെച്ചാൽ 1 നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എന്നിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് 12 എന്ന് പറഞ്ഞ വാല്യൂ മാത്രം മതി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് n/10 കൊടുക്കാം. പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് r എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ r×10 കൊടുത്തു. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിമൈൻഡർ ആഡ് ചെയ്തു. അപ്പോൾ r×10 എന്ന് പറഞ്ഞാൽ നമ്മൾ ആറിൻ്റെ വാല്യൂ ഫസ്റ്റ് ടൈം നമ്മൾ 0 ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ r×10 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം r×0 പ്ലസ് a എന്ന് പറഞ്ഞാൽ ആറിൽ നമുക്ക് ആറിൽ ഈ ഫസ്റ്റ് ടൈം നമുക്ക് 1 കിട്ടും. പിന്നെ നമ്മൾ വരുന്നത് പിന്നെ ഈ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര തവണ എന്ത് ചെയ്യണം, നമ്മളെ ലൂപ്പ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നു. അപ്പോൾ വൈൽ n greater than 0 വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ സെക്കൻഡ് ടൈം വരുമ്പോൾ n greater than 0 ആണ്. നോക്കി എന്നിൻ്റെ വാല്യൂ 12 ആണ്. നമ്മൾ ഈ വാല്യൂ വെച്ചിട്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത ടൈമിൽ എന്ത് ചെയ്തു, r×10 വന്നു. മോഡുലർ ഡിവിഷൻ 10 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 2 കിട്ടും. n/2 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പോൾ ×10 പ്ലസ് 2 എന്ന് വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിട്ട് മാറും. പിന്നെ സെക്കൻഡ് ടൈം റിമൈൻഡർ 1 കിട്ടും. പിന്നെ വരുന്നത് എന്നിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ 10 കൊണ്ട് മോഡുലർ ഡിവിഷൻ ചെയ്താൽ 1 ആയി. മറ്റത് ഡിവൈഡ് ആയിട്ട് എന്ന് ഓർത്താൽ എന്നിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ അടുത്ത ടൈം ×10 പ്ലസ് 1 കൊടുത്താൽ 121 വരും. പിന്നെ ഈ ആറിൻ്റെ വാല്യൂ ഈ എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോമും അല്ലെങ്കിൽ നോട്ട് എ പാലിൻഡ്രോമും ആയിട്ട് പോകും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാം ഇൻറ്റ് എന്ന് കൊടുത്തു. ബാക്കി വേരിയബിൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുക എന്നിൻ്റെ വാല്യൂ. പിന്നെ നമുക്ക് അസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ m കൊടുത്തു. അപ്പോൾ m =
ഇനി നമ്മൾ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യാം. പിന്നെ നമുക്ക് റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് R എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ കൊടുക്കുന്നു. ആ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ അത് 3 ഡിജിറ്റുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഈ ലൂപ്പ് 3 വട്ടം വർക്ക് ചെയ്യും. ഫസ്റ്റത്തെ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് നമുക്ക് എയിലേക്ക് കിട്ടും. ആ എൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, ആറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് വരാൻ 6 × 10. അപ്പോൾ ഫസ്റ്റ് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യും, 0 വരും, പ്ലസ് എ എന്ന് കൊടുത്തു. പിന്നെ സെക്കൻഡ് ടൈം 6 × 10 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡിജിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന എൻ്റെ റിമൈൻഡർ, എയിലുള്ള റിമൈൻഡർ ആഡ് ചെയ്ത് വരും. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് if എന്ന് പറഞ്ഞിട്ട് r = r കൊടുക്കും. ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ആ നമ്പർ പാലിൻഡ്രോം ആണ്. എന്ത് നമ്മൾ പ്രിൻ്റ് അപ്പോൾ നമ്പർ പാലിൻഡ്രോം ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചു. പാലിൻഡ്രോം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്പർ റീഡ് ചെയ്തു, ആ നമ്പറിൻ്റെ റിവേഴ്സ് നമ്മൾ കണ്ടു. ആ നമ്പറും ആ റിവേഴ്സ് കണ്ട നമ്പറും ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോം, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. GCC യൂസ് ചെയ്തിട്ട് പാലിൻഡ്രോം. അപ്പോൾ ഇതിൽ എറേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുത്തു. ഇപ്പോൾ നമ്മൾ 256 കൊടുത്തു. അപ്പോൾ 256 ഈസ് നോട്ട് പാലിൻഡ്രോം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പാലിൻഡ്രോം ആയ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം. ഇതൊന്ന് ഈസ് പാലിൻഡ്രോം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്പർ റീഡ് ചെയ്തു, ആ നമ്പർ എന്ത് ചെയ്തു, വേറൊരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ തവണയും എത്ര ഡിജിറ്റ് ഉണ്ടോ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ അത്രയും തവണ എന്ത് ചെയ്യും, ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അപ്പോൾ ഓരോ ടൈമും ഓരോ ഡിജിറ്റ് എടുത്തിട്ട് വേറൊരു വേരിയബിളിലേക്ക് അത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്ത നമ്പറും നമ്മൾ റിവേഴ്സ് ചെയ്ത നമ്പറും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ അത് ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോമും, ഈക്വൽ അല്ലെങ്കിൽ അത് നോട്ട് പാലിൻഡ്രോമും പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.